ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് മന്തി ഉണ്ടാക്കിയാണ്. അതിനായിട്ട് ഒരേ അളവിൽ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതേപോലെ ഒരു വലിയ ക്യാപ്സിക്കം അതേപോലെ കണക്കന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല പരന്ന ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണം, എത്ര വലിയ കഷ്ണങ്ങളാണെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ എടുക്കാം. ഇനി ഇതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആ ചിക്കൻ്റെ കഷ്ണത്തിലെല്ലാം ഒന്ന് കുത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 മാഗി ക്യൂബ്സാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ ചേർക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബ്സിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളല്ലേ എടുത്തത്, അപ്പോൾ ഈ 2 മാഗി ക്യൂബ്സിലത്തെ ഉപ്പ് ഇതിലേക്ക് ചേരും. അപ്പം നിങ്ങൾ എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഉപ്പുണ്ടോ എന്നൊന്നുകൂടി നോക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മല്ലിയിലയും പുതിനയിലയും മാഗി ക്യൂബ്സും ഒക്കെ ഇട്ടിട്ട് ഇനി ഇതിൽ ഒന്നുകൂടി കുറച്ച് മസാല ചേർക്കാനുണ്ട്. അതൊന്ന് ചേർക്കട്ടെ. ഒരു 1.5 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി ഏത് റിഫൈൻഡ് ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് കുറേ കൂടുതൽ എണ്ണ ഉപയോഗിക്കണം. എനിക്കിപ്പോൾ ഇവിടെ അത്ര എണ്ണ വേണ്ട, എന്നാലും ഒരു അത്യാവശ്യത്തിന് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഈ എണ്ണയും എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഈ എണ്ണ ഒഴിച്ച ശേഷം ഞാൻ ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി വേണ്ടത് ഇതിലേക്ക് ചോറുണ്ടാക്കണമല്ലോ. അതിനായിട്ട് ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരി തന്നെ എടുക്കണം. ഇത് വെള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിയാണ് ഞാൻ എടുത്തത്. ഏകദേശം 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകിയിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ അതേപോലെ തന്നെ അതേ സെയിം ടൈം ഇതിന് ഞാനിപ്പോൾ ഒരു 1 മണിക്കൂർ സമയമെടുക്കുന്നു. ഇതിനെ നന്നായി കഴുകിയ ശേഷം നമുക്കിതിനെ സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ വേവിക്കാൻ വെക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നേരത്തെ ഇതിൽ ഫുഡ് കളർ ചേർത്തിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചിക്കൻ അടുപ്പിൽ വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഇവിടെ ചോറിനുള്ള വെള്ളം എടുത്തു വെക്കണം. അത് രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് ഞാനിതിലേക്ക് പട്ട ഇട്ടിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും ഇതിലിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവൻ മല്ലി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണങ്ങിയ നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത അരി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിലേക്ക്.
ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നേരത്തെ ചിക്കൻ്റെ മസാലയിൽ മാഗി ക്യൂബ്സിൻ്റെ ഉപ്പ് ഉള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം, ഈ ചിക്കൻ്റെ കഷ്ണത്തിനെല്ലാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി 15 മിനിറ്റ് നമുക്ക് ഇതിനെ വീണ്ടും വേവിക്കാനായിട്ട് വയ്ക്കാം. ഇവിടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോറ് ഈ മസാലയിൽ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം. ഇതിപ്പം 15 മിനിറ്റ് ഒന്നുകൂടി ആയപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് മൊത്തം നമുക്കതിനെ മേലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഞാൻ ഇട്ട് വെച്ചു. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒന്ന് പച്ചമുളകും കൂടി കുത്തി വെക്കുന്നു. ഇതിലേക്കൊന്ന് പച്ചമുളക് കൂടി കുത്തി വെച്ച് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി ഇതിൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അവസാനത്തെ ലെയർ ചോറും വെച്ച് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയ വെള്ളവും ഒരു 2 പച്ചമുളകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ 5 പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിൽ 5 പച്ചമുളകൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നടു കുഴിയാക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ചർക്കോൾ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഒരു സ്മോക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം തന്നെ അടച്ച് വെക്കാം. ചർക്കോളിട്ട് മൂടി വെച്ച ശേഷം അതിൻ്റെ പുകയൊന്നും പുറത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു അലുമിനിയം പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായി അതിനെ മൂടി വെച്ചു. ഇനി ഇതൊരു സിമ്മിൽ ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് തമ്മിലൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പം 10 മിനിറ്റായിട്ട് വേവിച്ചിട്ടെടുത്തു. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചു ഞാൻ. ഇനി അതിന് ശേഷം ഞങ്ങൾക്ക് ഈ മൂടി വെച്ച അലുമിനിയം പേപ്പർ ഒന്ന് അഴിച്ചെടുക്കാം. തുറന്ന് നോക്കട്ടെ. ഇനി ഈ ചാർക്കോൾ വെച്ച പാത്രം ഒന്ന് മാറ്റിയെടുക്കാം. ഈ ചോറും അടിയിൽ കിടക്കുന്ന ചിക്കൻ്റെ മസാലയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിയിലല്ല, ഞാൻ എടുക്കട്ടെ. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. വാവ്, നല്ല മന്തി മണം. നിങ്ങളിതിൽ ഫുഡ് കളർ ചേർത്താൽ ഒരു ചുമപ്പ് കളർ ഉണ്ടാവും. ഞാൻ ഫുഡ് കളർ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ നേരത്തെ. ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ മന്തി തയ്യാറായി. അടിപൊളി ടേസ്റ്റാണ് ഈ മന്തിക്ക്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കളറില്ലെങ്കിലും ഈ മന്തി ഉണ്ടല്ലോ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. എന്നാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.